ഹലോ, നമ്മളിന്ന് കേരള PSC 2023 നടത്തിയ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് 81 തൊട്ട് 100 വരെയുള്ള 20 ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡാണ് 213/2023 എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. എണ്ണുമ്പോൾ നമ്മൾ 1 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് 91A, ഓപ്ഷൻ എ. 82 എന്ന് പറയുന്ന ഇതാണ് 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പറാണ്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ 20നും 30നും ഇടയിലുള്ള നമ്പർ എഴുതുമ്പോൾ അറിഞ്ഞൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 20നും 30നും ഇടയിലുള്ള നമ്പേഴ്സിൽ ഒറ്റ സംഖ്യകൾ മാത്രം നോക്കിയാൽ മതി. 21, 23, 25, 27, 29. ഈ 5 സംഖ്യകളിലാണ് അഭാജ്യ സംഖ്യകൾ ഉണ്ടാക്കി. ഇരട്ട സംഖ്യ എന്തായാലും ആയിരിക്കില്ല. ഒരേ ഒരു ഇരട്ട സംഖ്യ 2 ആണെന്നറിയാം. അപ്പോൾ 21 ആണോ? അല്ല. 21, 7, 3, 21 ആണ്. അപ്പോൾ 21 അല്ല. 23 ഒരു പ്രൈം നമ്പറാണ്. 25 5ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 25 അല്ല. 27 എന്താണ്? 9ൻ്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ 3ൻ്റെ പട്ടികയിൽ വരും. പിന്നെ ഉള്ളത് 29 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 പ്രൈം നമ്പറാണുള്ളത്. 2 അഭാജ്യ സംഖ്യകളാണ് 20നും 30നും ഇടയിലുള്ളത്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. അഭാജ്യ സംഖ്യകൾ ഈ കോഡിലാണ് വരുന്നത്. 1 തൊട്ട് 100 വരെ ഉള്ളതിൽ അഭാജ്യ സംഖ്യകൾ 44, 22, 322, 321. ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. 44, ഇപ്പോൾ ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ 1നും 10നും ഇടയ്ക്ക്, 1 തൊട്ട് 10 വരെ ഉള്ളതിൽ ഉള്ള അഭാജ്യ സംഖ്യകൾ 4. അടുത്തത് ഈ രണ്ടാമത്തെ 4 എന്ന് പറയുന്നത് 10 to 20. അടുത്തത് ഇത് 20 to 30, ഇത് 30 to 40. അങ്ങനെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 25 അഭാജ്യ സംഖ്യകളുണ്ട്. അടുത്തത് ഇപ്പോൾ 1 തൊട്ട് 50 വരെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വരും? ഈ 4 ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഏത് വരെ വരണം? ഇത് വരെ വരണം. ആദ്യത്തെ 50 എന്ന് പറയുമ്പോൾ 4, 4, 8, 10, 12, 15. അപ്പോൾ 1 തൊട്ട് 50 വരെ 15 അഭാജ്യ സംഖ്യകളും ബാക്കി 50 തൊട്ട് 100 വരെ ബാക്കിയുള്ള 10. അങ്ങനെയാണ് 25 അഭാജ്യ സംഖ്യകളാകുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ 0 ആയിരിക്കും. സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ 0 ആകും. 0 ആവുമോ സംഖ്യകളുടെ ലസാഗു, ഉസാഗയൊക്കെ? ഇല്ല, തെറ്റാണ്. എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കില്ല. അത് നമുക്ക് മാറി വരും. എന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളം നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റുമോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1നെക്കാട്ടും വലുതായിട്ട് വരും. അപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ മാത്രമേ 1 ആയിരിക്കുള്ളൂ. അടുത്ത സി, 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. HCF × LCM ചെയ്യുമ്പോൾ ആ സംഖ്യകൾ ഏതാണോ അതിൻ്റെ ഗുണിതം ആയിരിക്കും. അതായത് A-യും B-യും ആണെങ്കിൽ AB ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ സി, 83 ഓപ്ഷൻ സി. ഡിയും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു. ആണോ? അല്ല. 2 സംഖ്യകളുടെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 84 നോക്കാം. 84 3/10ൻ്റെ 5/9 ഭാഗം. 3/10ൻ്റെ 5/9 ഭാഗം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. രണ്ടും കൂടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യാം. 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് 2 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് 3 കിട്ടും. 5ഉം 10ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 കിട്ടും. ഈ 2ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ 1/6 എന്ന് വരും. 84 ഓപ്ഷൻ ബി. 85 ഇതാണ്. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപ. 8 ദിവസത്തെ ആകെ വരുമാനം. 8 ദിവസം കൊണ്ട് അയാൾക്ക് 1840 രൂപ കിട്ടി. അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ദിവസത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 1840നെ 8 കൊണ്ട് വായിച്ചു നോക്കാം. 1840 ഭാഗം 8, 2 16, 2 3 24, ബാക്കി 0. 230 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ സി, 230. അടുത്ത 86 ചെയ്ത് നോക്കാം. 86 ആണ് ചെയ്യുന്നത്. A² - B², ഒരു ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A + B × A - B. 86 ഓപ്ഷൻ എ. അടുത്ത 87, 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? നമുക്ക് 15 മീറ്റർ നീളമുള്ള കമ്പിയാണ്. ഇങ്ങനെ ഇതിനെ എത്ര 3/4 ഓരോരോ പീസുകളാക്കുന്നു. ഇത് 3/4, അടുത്തത് 3/4, അങ്ങനെ എത്ര പീസ് വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 15നെ
15നെ എന്ത് ചെയ്യുന്നു? 3/4 കൊണ്ട് ഭാഗിക്കുന്നു. നോക്കിയേ, ഫ്രാക്ഷൻ എന്ത് ചെയ്യാനാണ്? ഭാഗിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഛേദത്തിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കും. 3/4ൻ്റെ വ്യുൽക്രമം എന്താണ്? 4/3. ക്യാൻസൽ ചെയ്യാമല്ലോ. 3ഉം 15 ക്യാൻസൽ ചെയ്ത് 5 കിട്ടി. 5 × 4 എത്രയാണ്? 20. 20 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഓപ്ഷൻ ബി 87, ഓപ്ഷൻ ബി. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 88 നോക്കിയേ, 7.4 സെൻറ്റിമീറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7.4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണെന്നറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ഓപ്ഷൻ എയും സിയും നോക്കാം. 7 4/10. 7 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണെന്ന് പറഞ്ഞു അല്ലേ? 4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെയും കൂടെ സെൻറ്റിമീറ്ററിലോട്ടാക്കാം. 4/10 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 7ഉം 4/10 സെൻറ്റിമീറ്ററും. അത് ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ എയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് കിട്ടി. എയും ബിയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാണ് ആൻസർ അല്ലേ? 74 മില്ലിമീറ്റർ, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 70 മില്ലിമീറ്റർ ആയിരിക്കും. 1 മില്ലിമീറ്റർ എത്രയാണ്? 10. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. അപ്പം 7 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 70 മില്ലിമീറ്റർ. പിന്നുള്ള 4 മില്ലിമീറ്ററും കൂടെ ആകുമ്പോൾ എത്ര കിട്ടും? 74 മില്ലിമീറ്റർ, അതും വരും. അപ്പം ആൻസർ ഏതാണ്? 88, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 89. ഒരു വാഹനം 36 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? വേഗതയാണ് തന്നിരിക്കുന്നത്. 36 km/h തന്നിരിക്കുന്നത്. എങ്കിൽ ഒരു സെക്കൻഡിൽ, നോക്കിയേ, ഇവിടെ മണിക്കൂറിലും ഇവിടെ സെക്കൻഡിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. ആൻസറും മീറ്റർ/സെക്കൻഡിലാണ് ഓപ്ഷനും വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യണം? മാറ്റണം. ഇനി എങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനത്തിൻ്റെ ശരാശരി ദൂരം എത്ര മുന്നോട്ട് പോകും? ശരാശരി എത്ര ദൂരമാണ് മുന്നോട്ട് പോകുന്നത്? നമുക്ക് ഒരു മണിക്കൂറിൽ 36 km/h എന്നാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറിനെ 36 km/h എന്തിലോട്ടാക്കണം? സെക്കൻഡിലോട്ട്, മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കണം. 5/18 കൊണ്ട് ഗുണിച്ചു. ഇവിടെ എത്ര കിട്ടും? 2, 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഒരു സെക്കൻഡിലുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ മീറ്റർ/സെക്കൻഡിലോട്ടാക്കുക, അത്രയേ ഉള്ളൂ. 89, ഓപ്ഷൻ എ കിട്ടി. 90. ഒരു സൈക്കിൾ 7200 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. നമുക്ക് നഷ്ടം എന്ന് പറയുമ്പോൾ 100ന്ന് 10 കുറഞ്ഞു 90. അപ്പോൾ 90 തന്നിരിക്കുന്നത്. 90 എത്രയാണ്? 7200. വിറ്റ വിലയാണ് ഇത്. ഈ സൈക്കിളിൻ്റെ കച്ചവടക്കാരൻ ആദ്യം 8000 രൂപ ചിലവാക്കി. അപ്പോൾ നോക്ക്, 8000 രൂപ ചിലവാക്കി. അടുത്ത് നമ്മൾ 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒരു സൈക്കിൾ 7200 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. വിറ്റ വിലയാണ് തന്നിരിക്കുന്നത് 7200. ഈ സൈക്കിളിൻ്റെ കച്ചവടക്കാരൻ ആദ്യം 8000 രൂപ ചിലവാക്കി. അയാളുടെ കയ്യിൽ നിന്ന് ചിലവായത് 8000 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലവാക്കിയതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില? ഇവിടെ വിറ്റ വിലയും തന്നിട്ടുണ്ട്, ചിലവാക്കിയ തുകയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ചിലവാക്കിയത് 8000, അതിൻ്റെ എത്ര ശതമാനമാണ് വിറ്റ വില? വിറ്റ വില 7200, അത് ശതമാനം കണ്ടുപിടിക്കണം. 0 ക്യാൻസൽ ചെയ്തു അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, അതും ഇതും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 720/8 എന്നാണ് കിടക്കുന്നത്. 8 9 അപ്പോൾ 90 എന്ന് വരും. 90%. ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 90% എന്ന് കിട്ടി. 90, ഓപ്ഷൻ സി 90%. 91. AX BUCR അങ്ങനെ പോകും. അതിൻ്റെ അടുത്ത ടേം കണ്ടുപിടിക്കണം. ABC അങ്ങനെയല്ലേ പോകുന്നത്? അടുത്ത ഏതായിരിക്കും? ഡി. ഓപ്ഷനിൽ എല്ലാത്തിലും ഡി ആണ് ആദ്യത്തെ. ഇനി നോക്ക്, രണ്ടാമത്തെ ലെറ്റർ നോക്കണം. XUR എന്ന് പറഞ്ഞാൽ ബേക്കിൽ നിന്ന് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? നമുക്ക് എഴുതി നോക്കാം. എക്സ് എല്ലാം നമുക്കിവിടെ 6 തന്നിട്ടുണ്ട്. RSTUVWXYZ അങ്ങനെയാണ് വരുന്നത്. 6 കഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് തിരിച്ചൊന്ന് എഴുതി വെക്കാം. RSTU ആണ്. അപ്പോൾ 6 കഴിഞ്ഞിട്ട് S ഇല്ല, T ഇല്ല, അടുത്ത് U ഉണ്ട്. അടുത്ത് B ഇല്ല, W ഇല്ല, X ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 6ന് തൊട്ട് മുന്നത്തെ നമ്പറുകൾ നോക്കണം. PQR. Pയും Qയും ഇല്ല, അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ അതേതാണ്? O ആണ്. MNOPQRSTUVWX.
ഇല്ലേ? അതിന് തൊട്ട് മുന്നേയുള്ള നമ്പർ 2 നമ്പർ മാറ്റി അതിന് മുന്നേയുള്ള O എഴുതുന്നു. അപ്പോൾ ഡിയും Oയും. 91 ഓപ്ഷൻ എ ആണ് DO അല്ലേ? അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 0, 1, 2 അപ് ടു 9 എന്നീ അക്കങ്ങളെ ABCDEFGHIJ എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ H+F+C+C ഡിവൈഡഡ് ബൈ J - D കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പോൾ ഓരോന്നും ഏതൊക്കെ ലെറ്റർ ആണെന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. നമ്പർ ഒന്ന് എഴുതി നോക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാം. ഇനി കൊടുക്കാൻ എളുപ്പമുണ്ട്. H+F എന്നാണ് പറഞ്ഞിരിക്കുന്നത്. H എത്രയാണ്? 7. F എത്രയാണ്? 5. പ്ലസ് C എത്രയാണ്? 2. പ്ലസ് E എത്രയാണ്? 4. ഭാഗം J - D. J എത്രയാണ്? 9 മൈനസ് D 3 ഈക്വൽ ടു 7 5 12. 12 പ്ലസ് 4 2 6 ഭാഗം 9 മൈനസ് 3 6. 12 6 18 ഭാഗം 6 എന്ന് കിട്ടും. എത്രയാണത്? 3. ഓപ്ഷൻ എ. 92 ഓപ്ഷൻ എ. 93 നോക്കാം. മനു തൻ്റെ വീട്ടിൽ നിന്നും ആദ്യം വടക്കോട്ട് 8 മീറ്ററും പിന്നീട് കിഴക്കിങ്ങോട്ടല്ലേ കിഴക്കോട്ട് 6 മീറ്ററും നടന്നാൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. മനു ഇപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലാണ്. പടിഞ്ഞാറ് ദിശയിലാണോ? അല്ല. മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 മീറ്ററാണ്. കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ഇടത്ത് നിന്നുള്ള കുറഞ്ഞ ദൂരം അല്ലേ? 10 അല്ലേ? 6 8 10. നമ്മൾ 3 4 5 പറയുന്ന പോലെ 6 8 10. ഓക്കെ, 6 8 10. അപ്പോൾ ആൻസർ ആയി കഴിഞ്ഞു 93 ഓപ്ഷൻ ബി. രാജസ്ഥാൻ ജയ്പൂർ ആണെന്നുണ്ടെങ്കിൽ മേഘാലയ ഏതാണ്? മേഘാലയയുടെ ക്യാപിറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഷില്ലോങ്. 95 താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ക്ഷേത്രഗണിതം, ബീജഗണിതം, അംഗഗണിതം, ഗണിതം. ഗണിതമാണ് ആൻസർ. ഗണിതത്തിന്റെ ഓരോ ശാഖകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 96. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ മുന്നിൽ നിന്ന് 10ാമത് പിന്നിൽ നിന്ന് 5ാമത്. അപ്പം അമ്പാടിയെ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യണോ? വേണ്ട. അപ്പോൾ ഇതിന് ശേഷം 10 കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പേര് കാണും? 4 പേര് കാണും അല്ലേ? വരിയിൽ ആകെ എത്ര പേരുണ്ടാവും? ആകെ 14 പേരുള്ള വരിയാണ്. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ഒന്നാമത്, വരിയിലാകെ 14 പേരുണ്ട്. ശരിയാണ്. അമ്പാടിയുടെ മുന്നിൽ 9 പേരുണ്ട്. അമ്പാടി 10ാമത്തെ ആളാണ്. അമ്പാടിയുടെ മുന്നിൽ എത്ര പേര് കാണും? 9 പേര് കാണും. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അമ്പാടിയുടെ പിന്നിൽ 4 പേരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുറകിന്ന് 5ാമതാണ്. അപ്പോൾ അമ്പാടിക്ക് ശേഷം എത്ര പേര് കാണും? 4 പേര് കാണും. അപ്പോൾ അതും ശരിയാണ്. ഓപ്ഷൻ സി 96 ഓപ്ഷൻ സി ആണ്. 1 2 3 ശരി. 97 ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 98 കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. സച്ചു ചെറുത്, കണ്ണൻ വലുത് ഇല്ലേ? അരുണിന് ഉണ്ണിയേക്കാൾ ഉയരക്കൂടുതലാണ്. അരുണുണ്ട്. അരുണിൻ്റെ എവിടെ ഉണ്ട്? അരുണിന് ഉണ്ണിയേക്കാൾ ഉയരക്കൂടുതലാണ്. നമുക്ക് ഇവരുടെ ഹൈറ്റ് അറിയില്ല, ഉദ്ദേശം കൊടുക്കാം. ഇനി ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. ഉണ്ണിക്ക് ഈ പറഞ്ഞ സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. അപ്പോൾ നോക്ക്, സച്ചുവിന് കുറച്ചുകൂടെ ഹൈറ്റ് വന്നു, ഉണ്ണിക്ക് അതിനേക്കാൾ കുറവാണ്. അരുണിന് കണ്ണൻ്റെ അത്ര ഉയരമില്ല. അപ്പോൾ കണ്ണനാണ് ഉയരം കൂടുതൽ. എങ്കിൽ ഏറ്റവും ഉയരം ആർക്കാണ്? കണ്ണനാണ്. ഓപ്ഷൻ എ. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല മെത്തേഡുകളുണ്ട്. നിങ്ങൾ ഓരോ പ്രോബ്ലം എടുത്ത് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങളുടേതായ സ്റ്റൈലിൽ ചെയ്ത് പഠിക്കണം. പലരും ഇപ്പോൾ പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അതിൽ പഠിക്കണം. ഓക്കെ, 99 ഇതാണ്. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? അപ്പോൾ നോക്ക്, കലയുണ്ട്, അച്ഛനും ഉണ്ട്. കലയും അച്ഛനും. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങ്. അപ്പോൾ കലയുടെ വയസ്സ് x എന്ന് എടുത്താൽ കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടുന്നു. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് കിട്ടും. 9 മടങ്ങെന്ന് പറഞ്ഞാൽ 9x. അതിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. കിട്ടിയല്ലോ. അച്ഛൻ്റെ വയസ്സ് 50 ആണ്. അപ്പോൾ 9x + 5 എന്ന് പറയുന്നത് 50 ആണെങ്കിൽ കലയുടെ വയസ്സ് x കണ്ടുപിടിക്കണം. 5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 9x = 50 - 5 45 എന്ന് കിട്ടി. x = 9 45 ക്യാൻസൽ ചെയ്യാം. 5 ആണ്. x = 5 എന്ന് കിട്ടി.
ഓപ്ഷൻ എ 99 ഓപ്ഷൻ എ എന്ന് കിട്ടും. 100 ഒരു ഘടികാര നിശ്ചലമായ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? എത്ര പ്രാവശ്യം കാണിക്കും? 2 ഓപ്ഷൻ ബി. 100 ഓപ്ഷൻ ബി. മാത്സ് നമ്മൾ തുടക്കക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ വെച്ച് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റണമെന്നില്ല. കാര്യം ടോപ്പിക്കിൽ ഇല്ലാതെ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടേതായ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന, അത് ഫാസ്റ്റ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യണം. അപ്പോൾ 20 മാർക്കുള്ളതിൽ ആദ്യം നമുക്ക് 3 മാർക്കിലൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 3 മാർക്ക് കിട്ടിയാലും 2 മാർക്ക് കിട്ടിയാലും 5-ൽ താഴെ എത്ര മാർക്ക് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രോഗ്രസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്വന്തം സ്റ്റൈലിൽ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്കായിട്ടൂടെ വർക്കൗട്ട് ചെയ്ത് പോകണം. ഓരോ ടോപ്പിക്കൂടെ കവർ ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴത്തേനും ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മാർക്ക് എന്നുള്ളത് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഒരു 5 മാർക്കായി. 20-ൽ 5 മാർക്കായി. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രസ്സും അറിയാൻ പറ്റും, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്യാനും പറ്റും. ടോപ്പിക് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല. നമ്മുടേതായ സ്റ്റൈലിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് സ്പീഡ് ആവാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ, താങ്ക് യു.